Hello dear students, welcome to Mathroot. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 8. Let v1 equal to 1 minus 2 3, v2 equal to minus 2 7 minus 9. നമുക്ക് v1 v2 എന്നുള്ള രണ്ട് കോളം വെക്ടേഴ്സ് അല്ലെങ്കിൽ കോളം മാട്രിക്സ് തന്നിട്ടുണ്ട്. Determine if set v1 v2 is a basis for R3. R3 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണോ ഈ v1 v2 എന്നുള്ള സെറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈസ് v1 v2 എ ബേസിസ് ഫോർ R2? ഇനി R2 ന്റെ ബേസിസ് ആണോ ഈ v1 v2 എന്നുള്ള സെറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ v1 v2 എന്നുള്ള രണ്ട് കോളംസിനെ നമ്മൾ ഒരുമിച്ച് വെച്ച് നമുക്ക് അതിനെ a എന്നുള്ള ഒരു മെട്രിക്സ് ആക്കി പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് a എന്താണ്? ഇവിടെ ഫസ്റ്റ് കോളമാണ് ഇവിടെ കാണുന്നത്, സെക്കൻഡ് കോളമാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ എനെ റെഡ്യൂസ് ചെയ്യാം. ഈ ഫസ്റ്റ് റോയിലെ ഏറ്റവും ലെഫ്റ്റ് ഉള്ള നോൺ സീറോ എലമെന്റ് അതിന് താഴേക്കുള്ള ഈ രണ്ട് എലമെന്റ്സ് സീറോ ആക്കാം. അപ്പോൾ ഇവിടെ 1ന് താഴേക്കുള്ള രണ്ട് എലമെന്റ്സ് റോ ഓപ്പറേഷൻസ് നടത്തിയ ശേഷം നമുക്ക് സീറോ കിട്ടി. അതിനനുസരിച്ച് ഇവിടെയുള്ള രണ്ട് എലമെന്റ്സ് മാറും. ഓക്കെ, ഇനി നമ്മൾ ഈ കിട്ടിയ മെട്രിക്സിനെ ചെക്ക് ചെയ്യാം. നോട്ട് എവറി റോ ഓഫ് എ കണ്ടെയ്ൻസ് എ പിവോട്ട് പൊസിഷൻ. ഈ കിട്ടിയ എ എന്നുള്ള റെഡ്യൂസ് ആയിട്ടുള്ള മെട്രിക്സിന്റെ എല്ലാ റോയിലും എന്തില്ല? പിവോട്ട് പൊസിഷൻസ് ഇല്ല. ഇത് ഈ 1 എന്നുള്ളത് എന്താണ്? ഒരു പിവോട്ട് പൊസിഷൻ ആണ്. ഓക്കെ, കാരണം ഇവിടെ 1 ആണ്, അതിന് താഴേക്കുള്ളതെല്ലാം 0 ആണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ റോ ചെക്ക് ചെയ്യാം. ഇത് ഒരു നോൺ സീറോ എലമെന്റ് ആണ്, അതിന് താഴേക്കുള്ളതൊക്കെ 0 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ മൂന്നാമത്തെ റോയിൽ എന്തില്ല? പിവോട്ട് പൊസിഷൻ ഇല്ല. അപ്പൊ ഇതൊരു പിവോട്ട് പൊസിഷൻ ആണ്, ഇതൊരു പിവോട്ട് പൊസിഷൻ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത റോയിൽ എന്തില്ല? പിവോട്ട് പൊസിഷൻ ഇല്ല. സോ ദ കോളംസ് ഓഫ് എ ഡു നോട്ട് സ്പാൻ R3. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? R3നെ ആര് സ്പാൻ ചെയ്യില്ല? ഏതുള്ള മെട്രിക്സിന്റെ കോളംസ് സ്പാൻ ചെയ്യില്ല. ഹെൻസ് സെറ്റ് v1 v2 ഈസ് നോട്ട് എ ബേസിസ് ഫോർ R3. നമുക്കറിയാം ബേസിസ് എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റ് ആണ് ബേസിസ്. ഇവിടെ R3നെ ആര് സ്പാൻ ചെയ്യുന്നില്ല? ഈ എ എന്നുള്ള മെട്രിക്സിന്റെ കോളംസ് സ്പാൻ ചെയ്യുന്നില്ല. സ്പാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതെന്തല്ല? R3യുടെ ഒരു ബേസിസ് അല്ല എന്ന് പറയാം. ഇനി v1 v2 എന്നുള്ള സെറ്റ് R2ന്റെ ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് v1 ഉം v2 എന്താണ്? 3 ടപ്പിൾസ് ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടേഴ്സും R3യിലുള്ള വെക്ടേഴ്സ് ആണ്, അത് R2ൽ ഇല്ല. അപ്പൊ R3യിൽ ഉള്ള രണ്ട് വെക്ടേഴ്സ് R2ന്റെ ബേസിസ് ആവുമോ എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കാരണം R2ലുള്ള വെക്ടേഴ്സ് മാത്രമേ R2ന്റെ ബേസിസ് ആയിട്ട് വരുള്ളൂ. ഇത് രണ്ടും R3യിലുള്ള വെക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ R3യിലുള്ള രണ്ട് വെക്ടേഴ്സ് ഒരിക്കലും R2ന്റെ ബേസിസ് ആവില്ല. സോ സിൻസ് v1 ആൻഡ് v2 ആർ നോട്ട് ഇൻ R2, v1 ഉം v2 ഉം R2ലുള്ള R3യിലെ വെക്ടേഴ്സ് ആണ്. ദേ cannot possibly a basis for R2. R2ൽ ഇല്ലാത്തതുകൊണ്ട് അത് R2ന്റെ ബേസിസ് ആവില്ല. However, since v1 and v2 are obviously linearly independent. ഇനി നമ്മൾ നോക്കാം, v1 ഉം v2 ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതെന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാം? ഈ v1നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ v2 കിട്ടുമോ നോക്കാം. ഒരിക്കലും കിട്ടില്ല. അതുപോലെ v2നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ v1 കിട്ടുമോ നോക്കാം. അത് ഒരിക്കലും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ v1 ഉം v2 എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ v1 ഉം v2 ഉം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? ദേ ആർ എ ബേസിസ് ഫോർ എ സബ്സ്പേസ് ഓഫ് R3. അത് R3യുടെ ബേസിസ് അല്ല, R3യുടെ ഒരു സബ്സ്പേസിന്റെ ബേസിസ് ആയിരിക്കും. ഇനി R3യുടെ ആ സബ്സ്പേസ് ഏതാണ്? അത് v1 v2ന്റെ സ്പാൻ ആണ്. അപ്പൊ v1 v2 എന്നുള്ള സെറ്റിന്റെ സ്പാൻ എടുക്കുക എന്ന് പറയുമ്പോൾ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുക. ആ ലീനിയർ കോമ്പിനേഷൻസിന്റെ സെറ്റിന്റെ ഒരു ബേസിസ് മാത്രമേ ആര് ആവുള്ളൂ? v1 v2 എന്നുള്ള രണ്ട് കോളം മെട്രിക്സ് ആവുള്ളൂ.